ജീവിതത്തിൽ ആർക്കും ആരെയും ആവശ്യമില്ല. ചില ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. ചിലർ നമ്മളെ ഇഷ്ടപ്പെട്ടതായി നടിക്കുന്നു. മറ്റു ചിലർ അവരുടെ ആവശ്യാനുസരണം നമ്മളെ ഉപയോഗിക്കുന്നു. പരിഗണനയ്ക്ക് വേണ്ടിയുള്ള യാചനയേക്കാൾ തരം താഴ്ന്ന യാചന വേറൊന്നുമില്ല. നമ്മളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ പോകാൻ അനുവദിക്കുക എന്നതാണ് നമുക്ക് അവനോടും നമ്മുടെ മനസാക്ഷിയോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നിനക്ക് വേദനിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും വേദനിക്കും എന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടായാൽ ആർക്കും ആരെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കഴിയില്ല. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്. തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത്. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന കാലത്തോളം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരും ആയിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. പ്രശ്നമില്ലാത്ത ജീവിതമില്ല. പരിഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല. തോൽവി നേരിടാത്ത വ്യക്തികളുമില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. നഷ്ടം മറ്റൊരു ലാഭത്തിനു വേണ്ടിയുള്ള മാറ്റം മാത്രമാണ്. അതിനാൽ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതിരിക്കുക. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും പരിഹാരം ഒരിക്കലും കാണരുത്. ഇത് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ്. ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സംതൃപ്തിയിലായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മതിയാകില്ല. ജീവിക്കണം, തോൽപ്പിച്ചവർക്ക് വേണ്ടിയല്ല, ജന്മം തന്നവർക്ക് വേണ്ടി. കാരണം നമ്മുടെ തോൽവി ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ് അവർ. ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെയുണ്ടാകും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു. ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം. മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു.